അമേരിക്കയും ചൈനയും മാറി മാറിയാണ് അധിക ചുങ്കം ചുമത്തുന്നത്. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര യുദ്ധത്തിന് തുടക്കമിട്ടു. ഈ സാഹചര്യത്തിലാണ് അമേരിക്കയെ പിന്നിലാക്കി കാർഷിക മേഖലയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ചൈന ആക്രമണാത്മകമായി ഉയർന്ന തീരുവകൾ ചുമത്തുന്നത്. US സാങ്കേതിക വിദ്യ ഉൾപ്പെടെയുള്ള മറ്റു ഉൽപാദന മേഖലകളെ ഒഴിവാക്കിക്കൊണ്ട് ചൈന എന്തിനാണ് കാർഷിക മേഖലയെ ലക്ഷ്യമിടുന്നതെന്ന ചോദ്യം ഉയർന്നു വന്നിട്ടുണ്ട്. എന്നാൽ ശരിക്കും ചൈനയുടെ കയ്യിൽ ഒരു വമ്പൻ പദ്ധതിയുണ്ടെന്നും അമേരിക്കൻ ജനതയിലൂടെ ഡൊണാൾഡ് ട്രംപിന് മേൽ സമ്മർദ്ദം ചെലുത്താൻ പദ്ധതിയിടുന്നുണ്ടെന്നുമുള്ള അമ്പരപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു ദാക്ഷിണ്യവും ഇല്ലാതെയാണ് നികുതി ചുമത്തുന്നത്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഓരോ രാജ്യവും ചുമത്തുന്നത് പോലെ തന്നെ ഡൊണാൾഡ് ട്രംപും മറ്റു രാജ്യങ്ങൾക്ക് മേൽ തീരുവ ചുമത്തുന്നു. പ്രസിഡന്റായ ഉടൻ തന്നെ ചൈനയ്ക്ക് മേൽ 10% വീതം തീരുവയാണ് ട്രംപ് ചുമത്തിയത്, ആകെ 20%. തുടർന്ന് ഏപ്രിൽ 2-ാം തീയതി ഇന്ത്യ ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങൾക്ക് മേൽ ഡൊണാൾഡ് ട്രംപ് അധിക തീരുവ ചുമത്തി. ഇന്ത്യക്ക് മേൽ 26% അധിക തീരുവ ചുമത്തിയപ്പോൾ അദ്ദേഹം വീണ്ടും ചൈനയ്ക്ക് മേൽ 34% തീരുവ ചുമത്തി. ഇതിന്റെ ഫലമായി ട്രംപ് അധികാരമേറ്റതിന് ശേഷം അമേരിക്ക ചൈനയ്ക്ക് മേൽ 54% വരെ അധിക തീരുവ ചുമത്തി. US ചൈന താരിഫ് സംഘർഷം ചൈനയെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു എന്നാണ് സാമ്പത്തിക വിശകലന വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. US നികുതി സമ്പ്രദായം അസ്വീകാര്യമാണ്. എന്നാൽ ചൈന ഇതിനെ ഒരു കാരണവശാലും ഭയപ്പെടില്ല. അമേരിക്കയുമായി ഏത് തരത്തിലുള്ള യുദ്ധത്തിനും തയ്യാറാണെന്ന് ചൈന വ്യക്തമാക്കിയിട്ടുണ്ട്. വ്യാപാര യുദ്ധമായാലും നേരിട്ടുള്ള യുദ്ധമായാലും ഏറ്റുമുട്ടലിന് തയ്യാറാണെന്ന് ചൈന പ്രഖ്യാപിച്ചു. ഇതിനു പുറമെ ചൈനയും അമേരിക്കയ്ക്ക് മേൽ അധിക തീരുവ ചുമത്താൻ തുടങ്ങിയിട്ടുണ്ട്. അടുത്തിടെ അമേരിക്കയിൽ നിന്നുള്ള സോയാബീൻ, ബീഫ്, പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, പാലുൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് 10% തീരുവയും ഗോതമ്പ്, ചോളം, പരുത്തി, കോഴി എന്നിവയ്ക്ക് 15% തീരുവയും ഏർപ്പെടുത്തി. കഴിഞ്ഞ 2-ാം തീയതി അമേരിക്ക 34% തീരുവ ചുമത്തിയതിന് പിന്നാലെ ചൈന ഇപ്പോൾ വീണ്ടും 34% തീരുവയാണ് ആദ്യഘട്ടത്തിൽ ചുമത്തിയത്. ഏപ്രിൽ 10 മുതൽ US ഉൽപ്പന്നങ്ങൾക്ക് പുതിയ തീരുവ പ്രാബല്യത്തിൽ വരുമെന്ന് ചൈന പ്രഖ്യാപിച്ചു. ഇതിനെ തുടർന്ന് അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധത്തിലേക്കാണ് കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത്. രണ്ട് ലോകശക്തികളുടെ മത്സരബുദ്ധിയും പ്രതികാരപരമായ നീക്കവുമാണ് വ്യാപാര യുദ്ധത്തിന് തിരികൊളുത്തിയത്. കാർഷിക ഉൽപ്പന്നങ്ങൾ ലക്ഷ്യമിടുന്ന ഈ സാഹചര്യത്തിൽ എല്ലാവരിൽ നിന്നും ഒരൊറ്റ ചോദ്യമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. അതായത്, എന്തുകൊണ്ടാണ് ചൈന അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങൾ ലക്ഷ്യമിട്ട് തീരുവ വർദ്ധിപ്പിക്കുന്നതെന്ന്. അമേരിക്കയുടെ സാങ്കേതിക വിദ്യ, നിർമ്മാണം, മറ്റ് നിരവധി സാമ്പത്തിക മേഖലകൾ എന്നിവയെ പിന്നിലാക്കി ചൈന കാർഷിക മേഖലയെ ലക്ഷ്യമിടുന്നത് എന്തുകൊണ്ടായിരിക്കും? അതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള സുപ്രധാന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അതായത്, US-നെ സംബന്ധിച്ചിടത്തോളം കാർഷിക മേഖലയിൽ അഭിവൃദ്ധി പ്രാപിക്കുന്നു എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിൽ കൃഷി പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. പ്രതിവർഷം $150 ബില്യൺ കാർഷിക ഉൽപ്പന്നങ്ങളാണ് അമേരിക്ക മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നത്. അമേരിക്കയിൽ മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെ 20% വരെ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്നു. അതിൽ ചൈന കഴിഞ്ഞ വർഷം അമേരിക്കയിൽ നിന്ന് $29.50 ബില്യൺ കാർഷിക ഉൽപ്പന്നങ്ങളാണ് ഇറക്കുമതി ചെയ്തത്. ഇത് 2023-നെ അപേക്ഷിച്ച് 14% കുറവാണ്. എന്നിട്ടും ചൈന അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപഭോക്താവായി തുടരുന്നു. ചൈന കൂടുതലും അമേരിക്കയിൽ നിന്ന് വാങ്ങുന്നത് സോയാബീൻ, ബീഫ്, പന്നിയിറച്ചി, ഗോതമ്പ്, ചോളം എന്നിവയാണ്. അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ധാരാളം സോയാബീൻ ചൈന അമേരിക്കയിൽ നിന്ന് വാങ്ങുന്നു എന്നതാണ്. 2024 ആകുമ്പോഴേക്കും അമേരിക്ക തങ്ങളുടെ സോയാബീൻ കയറ്റുമതിയുടെ പകുതിയും ചൈനയിലേക്ക് അയച്ചിരിക്കും. അമേരിക്കയിൽ നിന്ന് ചൈനയിലേക്ക് മൊത്തം $12.8 ബില്യൺ സോയാബീൻ കയറ്റുമതി ചെയ്തതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. സോയാബീൻ കഴിഞ്ഞാൽ പരുത്തിയാണ് അടുത്ത സ്ഥാനം. ഏകദേശം $1.5 മില്യൺ പരുത്തിയും 1.3 ബില്യൺ ധാന്യവും 1 ബില്യൺ ബീഫും പന്നിയിറച്ചിയും 627 മില്യൺ ഷെൽഡ് പിസ്തയും അമേരിക്കയിൽ നിന്ന് ചൈന വാങ്ങുന്നുണ്ട്. അമേരിക്കയുടെ മേൽ ചൈനയെ ഏറ്റവും വലിയ ഉപഭോക്താവാക്കി മാറ്റിക്കൊണ്ട് ട്രംപിന് മേൽ ചൈന സമ്മർദ്ദം ചെലുത്തുകയാണ്. ഈ സാഹചര്യത്തിൽ പണം വാഗ്ദാനം ചെയ്തുകൊണ്ട് മാത്രമല്ലാതെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്താനും ചൈന തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ചൈന അമേരിക്കയുടെ മാംസ കാർഷിക മേഖലയെ ലക്ഷ്യം വെച്ചിരിക്കുന്നത്.